ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ ചിങ്ങക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂറിൻ്റെ രാശിയുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്ടസ്ഥാനത്തിൽ നിൽക്കുന്ന ബുധനും, അതുപോലെ തന്നെ അതുകൂടാതെ സൂര്യനും, അതായത് രാശ്യാധിപനായിട്ടുള്ള സൂര്യനും കേതുവും മൂന്നാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്ന ബുധനും, രണ്ടാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്ന ബുധനും ആണ് നിൽക്കുന്നത്. അതുപോലെ ഏഴാം ഇടത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, 8-ൽ രാഹു, അതേസമയത്ത് 10-ൽ വ്യാഴം, 11-ൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ. അപ്പോൾ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിലാണ്. വ്യാഴം, ശനി, രാഹു അനുകൂല സ്ഥിതിയിലല്ല, കേതു അനുകൂല സ്ഥിതിയിലല്ല എന്നുള്ളതാണ് ഒഴിച്ചാൽ ബാക്കിയുള്ള ഗ്രഹങ്ങൾ അനുകൂല സ്ഥിതിയിലാണ്. കണ്ടകശനിയുടെ ഉപദ്രവം കുറച്ച് ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിലും കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ വക്രഗതി കുറച്ച് സൈഡിലോട്ട് മാറി സഞ്ചരിക്കുന്ന കാരണം ആ നക്ഷത്ര പാദദോഷം ഒന്ന് വിട്ടുകിട്ടും എന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ഗുണകരമായിട്ടുള്ള ഒരു അനുകൂലപരമായിട്ടുള്ളൊരു സമയമുണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ട് ചെറിയൊരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിലിൽ ചെറിയ ഭാരങ്ങൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നതാണ്. അപ്രതീക്ഷിതപരമായിട്ട് തൊഴിൽ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ മന്ദതയിൽ നിൽക്കുന്നതെല്ലാം കുറച്ചൊരു സ്ഥിതിഗതികൾ മാറി സ്പീഡപ്പ് ആയി വരുവാനുള്ള സാധ്യതയും തൊഴിൽ രംഗത്ത് കാണുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അത്യാപത്തപരമായിട്ടുള്ള രോഗസംബന്ധമായിട്ടുള്ള രാശി അങ്ങനെ പ്രകാരമൊന്നും കാണുന്നില്ല. കുടുംബത്തിൽ സമാധാനവും കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ധനം വന്നു ചേരുവാനും ഭൂമികൾ വന്നു ചേരുവാനും ബുദ്ധിപൂർവ്വം ധനങ്ങൾ എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതും തൊഴിലിൽ എങ്ങനെ ബുദ്ധിപൂർവ്വം ധനത്തിന് സ്വരൂപിക്കുന്നതും തൊഴിൽ തന്നെ ബുദ്ധിപൂർവ്വം ധനവിനിയോഗം എങ്ങനെ നടത്തുക എന്നുള്ളതിനെ പറ്റിയിട്ടും നല്ലപോലെ ചിന്തിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാണ്. അത് കാരണം അത് വളരെ ഗുണകാര്യത്തിൽ ഏർപ്പെടും എന്നുള്ളത് പറയുന്നത്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും കുടുംബാംഗങ്ങൾക്കും ഐശ്വര്യ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ്. 2-ൽ ബലവാനായിട്ട് നിൽക്കുന്ന ബുധൻ്റെ അപഹാരം കൊണ്ട് അത് ചാരവസാൻ രണ്ടാം ഭാവത്തിലും അതേസമയത്ത് ചിങ്ങൻ രാശിയുടെ 11-ാം ഭാവാധിപനും 2-ാം ഭാവാധിപനുമാണ് ബുധൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുധനാണ് സുരക്ഷ നിൽക്കുന്നത്. അപ്പോൾ ലാഭസ്ഥാനത്തിൻ്റെ അധിപനും ധനസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയായിട്ടുള്ള ബുധനാണ് 2-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുന്നത് എന്നുള്ളത് വേണം. അത് നിബില യോഗത്തോട് നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ വളരെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകൾ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കണക്ക് വിഷയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അക്കൗണ്ട് സെക്ഷൻ സംബന്ധമായിട്ടും ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടാവും. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഊർജ്ജത കൂടുതലുണ്ട്. കാരണം ഭൂമികാരകനായിട്ട് ചൊവ്വ 11-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനും ഭൂമികൾ വാങ്ങിച്ച് ഭവനം നിർമ്മിക്കുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. രാശ്യാധിപൻ്റെ 4-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള 4-ാം ഭാവത്തിൻ്റെ രാശി, അതായത് ചിങ്ങൻ രാശിയുടെ 4-ാം ഭാവം വൃശ്ചിക രാശിയാണ്. ആ വൃശ്ചിക രാശിയുടെ അധിപനാണ് 11-ാം ഭാവത്തിൽ ഭൂമികാരകനായിട്ടുള്ള നിൽക്കുന്നത്. അപ്പോൾ ഭൂമി വാങ്ങിച്ച് ഭവനം ചെയ്യാനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാറ്റിനും കുറച്ചൊരു കാലതാമസം 7-ൽ ശനി നിൽക്കുന്ന കാരണമുണ്ട്. അതിന് എള്ളു പായസവും നീരാഞ്ജനും വഴിപാട് നടത്തുന്നത് പക്ഷം 2-ൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ 2ഉം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായിട്ട് വരുന്നതാണ്. ഇത് 2ഉം ചെയ്യുന്ന പക്ഷം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും തടസ്സങ്ങൾ നീങ്ങി പോകാനുള്ള സാധ്യതകളും എല്ലാം ഉണ്ട് എന്നാണ് പറയുന്നത്. സഹോദര സംബന്ധമായിട്ടുള്ള ഗുണാനുഭവങ്ങളും ഐക്യതയും നിർത്തുവാനും സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല കൂട്ടുകെട്ട് ബന്ധങ്ങളും സുഹൃത്തുക്കളുമായിട്ടുള്ള ബിസിനസ് ചർച്ചകളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകളും ബിസിനസ്സുകൾ വന്നു ചേരുവാനും അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള തൊഴിൽ, വിദേശ സംബന്ധമായിട്ടുള്ള പ്രവണതകളിലെല്ലാം വിജയം കരസ്ഥമാക്കുവാൻ വരുന്നതും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള അനുഭവങ്ങളും ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകളും രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത നേട്ടങ്ങളും വരുമാനങ്ങളും വർധനവും ധനസമ്പാദ്യങ്ങളും ഉണ്ടാവാനും കലാകായികമാർക്ക്, അതായത് സിനിമാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്കും കലാകരിയിൽപ്പെട്ടിരിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. വാഹന സംബന്ധമായിട്ടുള്ള വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന
അവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം, സേനാനായകനായിട്ടുള്ള ചൊവ്വ 11 നിൽക്കുന്ന കാരണം കൊണ്ട് സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടുള്ള ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും ആശ്രയങ്ങളും ആശ്രമഫലങ്ങളും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഫലങ്ങളും ഗുണാനുഭവങ്ങൾക്കൊക്കെ അത് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും IT സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം ഗുണകരം തന്നെയാണ് എന്നാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. യാതൊരു ദോഷവും ഇല്ലാത്ത ഒരു മാസമായിട്ടാണ് ഈ ഒക്ടോബർ മാസം ഇവർക്ക് വന്നു ചേരുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കാരണം ചിങ്ങൻ രാശിക്കാർക്ക് ഈ മാസം വളരെ ഗുണം തന്നെ പ്രദാനം ചെയ്യും. പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നതിലെല്ലാം ഗുണകരമായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സംശയപരമായിട്ടുള്ള പലവിധ കാര്യങ്ങളും മനസ്സിലുണ്ടാവും. പരീക്ഷാതിൽ വിജയം നേടുന്നു, വിദേശത്തേക്ക് പോകാൻ സാധിക്കുമോ, വിദേശ സംബന്ധമായിട്ടുള്ള ജോലികളിൽ പ്രവേശിക്കാൻ നമ്മുടെ കയ്യിൽ നിന്ന് വല്ല പണമെടുത്ത് മുടക്കിയാൽ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, അതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ അത് ഗുണകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് വരുന്നത്. നമസ്കാരം.